ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. അതിനുശേഷം നല്ല വൊളാറ്റിലിറ്റിയും കണ്ടേക്കാം. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ എല്ലാ ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ വീണ്ടും ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്പോട്ട് ഗോൾഡ് $2,945 പെർ ഔൺസാണ് ഇന്ന് ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. അതോടൊപ്പം തന്നെ ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് $2,956.99 പെർ ഔൺസാണ് ഇന്ന് ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. ഗോൾഡിൽ വീണ്ടും വലിയ രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് നടക്കുന്നത്. ഇത് താരിഫ് ഇമ്പാക്റ്റ് തന്നെയാണ്. മറ്റ് രാജ്യങ്ങൾ പലരും ഡോളറൈസേഷൻ്റെ ഭാഗമായിട്ട് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ാണ് ഗോൾഡ് വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സ്റ്റഡിയാണ്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലാണ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടെന്ന് മോർണിംഗിൽ ഇന്നലത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്യുന്നത് $76.15 പെർ ബാരലാണ്. അതോടൊപ്പം തന്നെ റുപ്പി, നമ്മുടെ കറൻസി, ഇന്നലെ $, അഗൻസ്റ്റ് ആയിട്ട് പുതിയ ലോ ഹിറ്റ് ചെയ്തിരുന്നു. 88.06 ആണ്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന 87.45 പെർ ഡോളറാണ്. തീർച്ചയായിട്ടും റുപ്പിയുടെ വീക്ക്നെസ് ഇന്ത്യൻ എക്കണോമിക്ക് നെഗറ്റീവ് തന്നെയാണ്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ അതുപോലെ തന്നെ ഗോൾഡൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മൾ. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സ്പോർട്ടിന്മേലുള്ള പ്രോഫിറ്റബിലിറ്റി കൂടുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇത്തരത്തിലുള്ള ന്യൂസ് ലോസൊക്കെ മാർക്കറ്റിലുണ്ട്. എന്നിരുന്നാലും മാർക്കറ്റിൽ ഇപ്പോൾ ട്രംപാണ് വൊളാറ്റിലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക വീണ്ടും 25% താരിഫ് സ്റ്റീലിനും മേലും അലുമിനിയത്തിലും ഇമ്പോസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ വീണ്ടും ഫാർമസ്യൂട്ടിക്കൽസ്, ചിപ്സ്, വെഹിക്കിൾസ്, ഈ കാറ്റഗറി ഓഫ് ഐറ്റത്തിലൊക്കെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. പക്ഷേ പല വലിയ കമ്പനികൾക്കും അമേരിക്കയിൽ പ്ലാന്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് ഒരു പക്ഷേ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. സൺഫാർമ, ലുപ്പിൻ, അർബിന്ദോ ഫാർമ, സ്ട്രൈഡ്, ഷോസൻ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ്, ഈ കമ്പനികൾക്കെല്ലാം തന്നെ അമേരിക്കയിൽ പ്ലാന്റുകളുണ്ട്. അതോടൊപ്പം തന്നെ അലുമിനിയം, സ്റ്റീല് താരിഫിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനിയായ ഹിൻഡാൽകോയ്ക്ക്, അതുപോലെ തന്നെ സ്റ്റീൽ കമ്പനിയായ JSW സ്റ്റീലിനൊക്കെ അമേരിക്കയിൽ പ്ലാന്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ അലുമിനിയം സ്റ്റീൽ താരിഫിൽ നിന്ന് ഒരു പരിധി വരെ ഈ കമ്പനികളെല്ലാം തന്നെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ മറ്റ് കമ്പനികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള എക്സ്പോർട്ടൊന്നും തന്നെ അമേരിക്കയിലേക്കില്ല. എന്നിരുന്നാലും ജനറൽ സെൻറ്റിമെൻറ്റ് വീക്കൻ ചെയ്യുമ്പോഴുള്ള ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ ഇന്നലെയും നമ്മുടെ മെറ്റൽ സെക്ടറിലും കണ്ടിട്ടുള്ളത്. ഇനി മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഇന്നലെ വീണ്ടും മെറ്റാ പ്ലാറ്റ്ഫോമും പാലന്റിയറും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എലോൺ മസ്ക് ഓപ്പൺ AI ChatGPTയുടെ പ്രൊമോട്ടറാണ്. ഓപ്പൺ AI ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ബിഡ് കൊടുത്തിരുന്നു. അത് ഓപ്പൺ AIയുടെ മാനേജ്മെൻറ്റ് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർ നടക്കുകയാണ്. 2019 എലോൺ മസ്ക് ഓപ്പൺ AIയിൽ നിന്ന് എക്സിറ്റ് ആയത്. അതിനുശേഷം അദ്ദേഹം X.AI എന്ന് പറയുന്ന ഒരു AI സബ്സിഡിയറിയും കൂടി ഫ്ലോട്ട് ചെയ്തിരുന്നു. ആ സബ്സിഡിയറി ആയിട്ട് മെർജ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഓപ്പൺ AIക്ക് അദ്ദേഹം ബിഡിങ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓപ്പൺ AIയുടെ മാനേജ്മെൻറ്റ് അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ടെക്നോളജി രംഗത്തു നിന്നുള്ള ന്യൂസുകൾ. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഫ്ര പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. റിലയൻസ് ഇൻഫ്രയ്ക്ക് കിട്ടാനുണ്ടായിരുന്ന പല ഡെറ്റുകളും സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. CLE പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ഡെറ്റുകൾക്ക് പകരമായിട്ട് 6,503.13 കോടി രൂപയുടെ സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുണ്ട്. റിലയൻസ് ഇൻഫ്രനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പാമ്പം പാലം നമുക്കറിയാം, രാമേശ്വരത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു. 111 കൊല്ലം പഴക്കമുള്ള പഴയ പാലം ഇപ്പോൾ സർവീസ് ഇല്ല. അതിന് പകരം 2020 മുതൽ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പുതിയ പാലം അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ കമ്മീഷൻ ചെയ്യുന്നതാണ് പറയുന്നത്. അതൊരു എൻജിനീയറിങ് മാർവലായിട്ടാണ് റെയിൽവേ അണ്ടറിൽ ഇതിനെ കണക്കാക്കുന്നത്. RVNL ആണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ RVNLനെ സംബന്ധിച്ച് വളരെ അഭിമാനിക്കാവുന്ന ഒരു ന്യൂസാണ്.
ഈ പാലത്തിൻ്റെ ഇനാഗുറേഷനോടടുത്ത് ഒരു പക്ഷേ ആർവീനിയൽ സ്റ്റോക്കിൽ ഒരു ആക്ടിവിറ്റി കാണാനുള്ള സാധ്യതകളുണ്ട്. ONGCയും ബ്രിട്ടീഷ് പെട്രോളിയമായിട്ടൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ്റ് എക്സ്പ്ലോറേഷനാണ്. തീർച്ചയായിട്ടും ONGCനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ട്രംപിൻ്റെ പുതിയ നീക്കങ്ങളെല്ലാം തന്നെ ക്രൂഡ് ഓയിൽ അസറ്റുകൾക്ക് പോസിറ്റീവാണ്. ഗ്ലോബലി അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഇന്ത്യയിൽ ONGCയിൽ കണ്ടേക്കാം. ഒപ്പം ONGC നമ്മൾ വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സിവിയർലി അണ്ടർപ്രൈസ്ഡ് ആണ് അസറ്റ് ബേസിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലോങ് റണ്ണിൽ കണ്ടേക്കാം. ഗെയിൽ US-ലൊരു LNG അസറ്റ് അക്വയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ ഗ്ലെൻമാർക്കിൻ്റെ മുഖക്കുരുവിനുള്ളൊരു നോവൽ ഡ്രഗ് ഉണ്ട്. ആ നോവൽ ഡ്രഗിന് UK ഹെൽത്ത് കെയറിൻ്റെ അപ്രൂവലും കൂടി കിട്ടിയിരിക്കുകയാണ്. ഗ്ലെൻമാർക്കിനെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലെൻമാർക്ക് താഴെ വരുമ്പോൾ ഒരു പക്ഷേ റിക്കവറി നടത്താനായിട്ട് റിക്കവറി നടത്താൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കും കൂടിയാണ്. BSE 1000 എന്ന് പറഞ്ഞിട്ട് BSE ഒരു ഇൻഡെക്സും കൂടി ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. 93% മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സാണ്. ഒരു പക്ഷേ അടുത്ത മാസങ്ങളിലൊക്കെ ഈ ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളും അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജേഴ്സൊക്കെ ബെഞ്ച് മാർക്കായിട്ട് ഇൻഡെക്സിനെ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ഈ ഇൻഡെക്സിൻ്റെ ബേസിൽ ഒരു പക്ഷേ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മൾ ട്രംപിൻ്റെ പുതിയ താരിഫുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 1995 അമേരിക്ക ആയിരുന്നു മാനുഫാക്ചറിംഗ് രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രസൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള രാജ്യമായിരുന്നത്. 23.6% ആയിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി മറിച്ചാണ്. ഇന്ന് ചൈനയാണ് 31.8% മാർക്കറ്റ് ഷെയറോട് കൂടിയിട്ട് ഗ്ലോബൽ മാനുഫാക്ചറിംഗ് രംഗത്തുള്ള അധികായൻ. US-ന് സെക്കൻഡ് പ്ലേസേ ഉള്ളൂ, 15% ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രസൻസ് നോക്കുകയാണെങ്കിൽ 1.5% നമ്മുടെ ഷെയർ ഉണ്ടായിരുന്നു മാനുഫാക്ചറിംഗ് രംഗത്ത് ഗ്ലോബലി. ഇന്നത് കൂടിയിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയുടെ ഷെയർ 3.2% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ചൈനയുടെ മേൽ താരിഫുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ചൈനയിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. വലിയ രീതിയിലുള്ള എക്സ്പോർട്സ് ഒന്നും നമ്മളെ സംബന്ധിച്ചില്ല. ഫാർമസ്യൂട്ടിക്കൽ അതുപോലെ തന്നെ ടെക്നോളജി അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടുകളാണ് നമുക്ക് കൂടുതലുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മറിച്ച് ഏഷ്യൻ മാർക്കറ്റുകൾ ചൈനയൊക്കെ റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഗ്ലോബൽ വോളാറ്റിലിറ്റികൾ ഒരുപക്ഷെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന പോലെ നമ്മളെയും ബാധിച്ചേക്കാം. പക്ഷേ നമ്മുടെ ബഡ്ജറ്റ്, ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റ് ലോങ് റണ്ണിലേക്ക് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ടെമ്പററി ആയിട്ടുള്ള ഗ്ലോബൽ വോളാറ്റിലിറ്റിയൊക്കെ നമ്മൾ ഇമ്പാക്റ്റ് ചെയ്തേക്കാം. പക്ഷേ ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ അറ്റ് എവരി ഫാളിൽ 4 ഘട്ടമായിട്ട് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു സജഷൻ. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.